ഹലോ മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി വെറും ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു മാസം മുഴുവനും നമുക്ക് പഠിക്കാനും സമയമുണ്ടാവില്ല. ആ ഒരു മാസം കൊണ്ട് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് മിനിമം തീർക്കണം? നമ്മൾ ഫിസിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് എനർജി പവർ മുതൽ അങ്ങോട്ട് എണ്ണിക്കോളൂ. റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഇത്രയെങ്കിലും, ദാറ്റ് ഈസ് 7 ചാപ്റ്റേഴ്സെങ്കിലും ഫിസിക്സിൽ നമ്മൾ തീർത്തിരിക്കണം. മിനിമം നിങ്ങൾ അത്രയെങ്കിലും തീർത്തിരിക്കണം. എന്നാൽ മാത്രമേ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്സിൻ്റെ കാര്യം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഇതുപോലെ തന്നെ നിങ്ങൾ 7, 8, 6 ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ തീർക്കേണ്ടി വരും. അപ്പം ഇതിൽ എത്ര നിങ്ങൾ ഇതുവരെ തീർത്തിട്ടുണ്ട്? ഫിസിക്സിൻ്റെ കേസിൽ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഈ 7 ചാപ്റ്റേഴ്സിൽ എത്ര ചാപ്റ്റർ നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും ഇടുക. കാരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യാലോ എന്താണ് മൊത്തത്തിൽ കേരളത്തിലെ കുട്ടികളുടെ സ്ഥിതി എന്നുള്ള കാര്യം. എന്തായാലും റിയലിസ്റ്റിക്കലി കാര്യങ്ങൾ പറയാം മക്കളെ. ഇത് ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. കാരണം നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ 7 ചാപ്റ്റേഴ്സ് തീർത്തില്ലെങ്കിൽ പിന്നെയും ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ എപ്പോൾ പഠിച്ചെടുക്കും? കാരണം ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴത്തേക്കും ഡിസംബർ കഴിഞ്ഞു, പിന്നെ ജാനുവരി, ഫെബ്രുവരി, പിന്നെ മോഡൽ എക്സാമാണ്. ഫെബ്രുവരി തന്നെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമയവും ഇല്ല. അപ്പോൾ ഒരു ജാനുവരി എന്ന് പറഞ്ഞ മാസത്തിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ തെർമോഡൈനാമിക്സ് വരെ തീർത്താൽ മാത്രമേ ബാക്കിയുള്ള 3 ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് തീർക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. നിങ്ങളത് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 5 ചാപ്റ്ററും 6 ചാപ്റ്ററും ഒക്കെ ആയിരിക്കും ഒരു മാസം കൊണ്ട് തീർക്കേണ്ടത് വരിക. അത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. പ്ലസ് നിങ്ങൾക്ക് എന്തുണ്ടാവും, ആ സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫസ്റ്റ് മുന്നിലെ ചാപ്റ്റേഴ്സ് റിവൈസും ചെയ്യേണ്ട ആവശ്യം വരില്ലേ. അപ്പം പേടിപ്പിക്കാൻ പറയല്ല, പക്ഷെ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഈ +1 പഠനത്തിന് പറ്റി നിങ്ങൾ സീരിയസ് ആയേ പറ്റുള്ളൂ. സീരിയസ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പുറകിൽ കാണുന്ന സാധനമാണ് നമ്മുടെ +1 അഗ്നി ബാച്ചിൻ്റെ ടൈം ടേബിൾ, ലൈവ് ക്ലാസ്സിന് ടൈം ടേബിൾ. അപ്പോൾ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞ സീരീസിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ, അഗ്നി ബാച്ചിൽ പോകുന്നെങ്കിൽ നിങ്ങൾ ഈ ടൈം ടേബിൾ ആയിരിക്കും ഫോളോ ചെയ്യാം. നിങ്ങൾ അതെല്ലാം റെക്കോർഡ് ക്ലാസ് ആണ് പോകുന്നത്, നിങ്ങൾക്ക് സെപ്പറേറ്റ് ടൈം ടേബിൾ വേറെ ഉണ്ടാകുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ലൈവ് ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികളുടെ നമുക്ക് ടൈം ടേബിൾ എടുത്ത് നോക്കാം. ഈ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നവംബർ അവസാനത്തേക്ക് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നമ്മൾ അഗ്നി ബാച്ചിൽ തീർക്കുന്നതായിരിക്കും. അങ്ങനെ തീരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിക്ക് അതിന് ശേഷം എന്ത് ചെയ്യാം? യൂട്യൂബിലെ ക്ലാസ്സൊക്കെ ഉപയോഗിച്ച്, യൂട്യൂബിലെ റിവിഷൻ ക്ലാസ് ഉപയോഗിച്ചിട്ട് വീണ്ടും ഒരു റിവിഷനും ചെയ്യാം. ക്രിസ്മസ് എക്സാമിന് സമയത്ത് മാരത്തോൺ ക്ലാസ്സും കൂടി യൂട്യൂബിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ക്രിസ്മസ് എക്സാമിൽ തന്നെ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ജാനുവരി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷൻ അടക്കം ആ കുട്ടി തീർത്തു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നു, അതിൻ്റെ യൂട്യൂബ് ക്ലാസ്സിൽ വീണ്ടും റിവിഷൻ കിട്ടുന്നതായിരിക്കും. ലൈവ് ക്ലാസ് ബാച്ചിൽ കിട്ടുന്നതായിരിക്കും, പ്ലസ് യൂട്യൂബ് ക്ലാസ്സിൽ റിവിഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് എക്സാമിൽ ഫുൾ മാർക്ക് 95, അതിൻ്റെ കാര്യം നിങ്ങൾ വിട്. പക്ഷേ ആ കുട്ടിയുടെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കുട്ടിയുടെ ബെസ്റ്റ് 99% ആണ്, 99%. ആ കുട്ടിയുടെ ബെസ്റ്റ് 92% ആണെങ്കിൽ ആ കുട്ടിക്ക് 92% കിട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്ന ഏത് കുട്ടിക്കും അവരുടെ ബെസ്റ്റ്, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളോട് ഇത് പറയാൻ കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാച്ചിൽ ഓൾറെഡി ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോയാൽ പിന്നീട് നിങ്ങൾ വേറെ സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വേറെ ക്ലാസ്സുകളോ വേറെ മെറ്റീരിയലോ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനി എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികളാണ് ഇത് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെന്റ് വീഡിയോ അല്ല അത്. പക്ഷേ ഏറ്റവും ഈസി മെത്തേഡ് എന്നാണ് ബാച്ചിൽ ജോയിൻ ചെയ്ത് ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഇതിലാകെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സ്, ഒക്ടോബറിൽ തീർത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലൈവ് ക്ലാസ്സിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പ് ദിവസങ്ങളുണ്ട്. ആ ഗ്യാപ്പ് ദിവസങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതേ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 1 ഷോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലൈവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ്, പെൻഡിങ് ചാപ്റ്റേഴ്സ്, അതായത് ബാക്ക്ലോഗ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാം. ഈ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി തീരും. അതിൽ ഒരു സംശയമില്ല. ഇനി അതല്ല, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. റീസൺ ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഉപയോഗിക്കാം. ഈ ടൈം ടേബിൾ ആക്ച്വലി ഞാൻ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതുപോലത്തെ പറ്റുമെങ്കിൽ അതേ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, നിങ്ങൾ എങ്ങനെയായിക്കോട്ടെ, ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടോ ട്യൂഷൻ ക്ലാസ്സിൽ പോകാതെയോ ഗൈഡ് ഉപയോഗിച്ചിട്ടോ സ്കൂളിലെ ക്ലാസ് ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ചാപ്റ്റേഴ്സ്, അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ നവംബറിൽ തീർത്തേ പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല പബ്ലിക് എക്സാമിന് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം കിട്ടും. നിങ്ങൾ എപ്പോഴും അത് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഓവർ 99 കിട്ടുമോ, 100 കിട്ടുമോ, 95 കിട്ടുമോ, 90 കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടെന്നല്ല. പക്ഷെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ മാക്സിമം
ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ ഈ ഒരു പ്ലാൻ, ഞാൻ ഈ പറഞ്ഞ പ്ലാനാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മാക്സിമം തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായൊരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് ഏത് രീതിയിൽ വേണം എക്സിക്യൂട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ബാച്ചിലെ ലൈവ് ക്ലാസ് ജോയിൻ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്വന്തം രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ ഒരു പ്ലാൻ ഇനി നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കുറച്ച് പ്രശ്നത്തിലാവും മക്കളെ. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട 10ാം ക്ലാസ് പോലെ ഒന്നല്ല പ്ലസ് വണ്ണിൽ നിങ്ങൾ വിചാരിക്കുന്നത് പബ്ലിക് എക്സാമിൻ്റെ മുൻപ് കുറേ ലീവ് കിട്ടുമല്ലോ, ആ ലീവിൽ ഞാനതൊക്കെ പഠിച്ചെടുക്കാം, 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതേ പരിപാടി ഞാൻ ഇവിടെ ഒപ്പിക്കുന്നതാണെങ്കിൽ അത് അട്ടർ ഫ്ലോപ്പ് ഐഡിയ ആയി പോവും. അതിൽ ഒരു സംശയമില്ല. കാരണം വളരെ സിമ്പിളാണ്. 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ 7 ചാപ്റ്റേഴ്സ്, പ്ലസ് വണ്ണിൽ അത് 14 ചാപ്റ്റേഴ്സ്. 10ാം ക്ലാസ്സിലെ 7 ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്ററിലും ഒരു ഡെറിവേഷൻ പോലും ഇല്ല, വളരെ കുറച്ച് ഇക്വേഷൻസേ ഉള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പ്ലസ് വണ്ണിൽ ഈ 14 ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്റേഴ്സും 10ാം ക്ലാസ്സിൻ്റെ 3 ഇരട്ടിയെങ്കിലും കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സാണ്, ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്, ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുക്കുന്നത്. എന്തായാലും കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി റെഡി ആവണം. അങ്ങനെ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പേടിപ്പിക്കാൻ പറയുന്ന ഒരു വീഡിയോ അല്ല, സൊല്യൂഷൻ പറയുന്ന ഒരു വീഡിയോ ആണ്. ആ രീതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ കാണണം. എന്നിട്ട് കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ടാവും, എക്സാമിനർ ടീമും ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പുള്ള റിവിഷൻ ക്ലാസ് ആയിക്കോട്ടെ, മാരത്തോൺ ക്ലാസ് ആയിക്കോട്ടെ, പല കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്താൽ. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, റെഡി സാറിന് പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അത്ര മാത്രമേ പറയാനുള്ളൂ മക്കളെ. വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക്